നമസ്കാരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസാണ് ക്രോസ് ഫയറിൽ നമുക്കൊപ്പം. സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ അതിൻ്റെ മരണക്കണക്ക് കൊണ്ട്, നാശനഷ്ടം കൊണ്ട്, കാണാതായവരുടെ എണ്ണം കൊണ്ട് ഒക്കെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് ചിത്രങ്ങളിൽ നിന്ന്, അവിടെ പോകുമ്പോൾ വീഡിയോകളിൽ നിന്നൊക്കെ അതിൻ്റെ ഭീകരത നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഈ ദുരന്ത നിവാരണ മേഖലയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച അനുഭവ പരിചയം വെച്ച് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തീവ്രതയെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച ഉരുൾപൊട്ടലുകളിലൊന്നാണ്. ഇതിന് ഇത്രയും തീവ്രത, ഇത്രയും ദൈർഘ്യമുള്ള ഉരുൾപൊട്ടൽ ഹിമാലയത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഹിമാലയൻ സാനുക്കളുടെ താഴ്വാരങ്ങളിൽ കേരളത്തിലേതുപോലെ ജനസാന്ദ്രതയില്ലാത്തതിനാൽ പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാറ് തന്നെയില്ല. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും, അത് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലും പരിഗണിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വലുതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആഘാതത്തിൻ്റെ കാര്യത്തിൽ 1948 ഗൗഹാത്തിയിലുണ്ടായ വലിയ ഉരുൾപൊട്ടലിനോളം തീവ്രത ഉള്ള ഉരുൾപൊട്ടലാണ്. അതാണ് ഇന്ന് വരെയും ഇന്ത്യയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടലുകളിൽ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലൊന്ന്. അപ്പോൾ അതിൻ്റെ തീവ്രതയെ നമ്മൾ ഒരു 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ കണക്കാക്കിയാൽ ഇത് 10 തീവ്രതയിൽ തന്നെയുള്ള ഒരു ഉരുൾപൊട്ടലാണ്. പ്രതിഭാസത്തിൻ്റെ സമാനത കൊണ്ട് കേരളത്തിൽ ഇതിന് സമാനമായ ഉരുൾപൊട്ടലുകൾ പെട്ടിമുടിയും പുത്തുമലയും മാത്രമാണ് ഈ ഒരു കഴിഞ്ഞ 10-25 കൊല്ലത്തിനിടയിൽ. അതിനു മുൻപ് ഇതുപോലെയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ മുണ്ടക്കൈയിൽ 1984 ഇതുപോലെ തന്നെ വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡൈമെൻഷൻസ് കൊണ്ടും അതിൻ്റെ വലിപ്പം കൊണ്ടും അതുണ്ടാക്കിയ ആഘാതം കൊണ്ടും കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും തീവ്രമായ ഒരു ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പ്രതിഭാസമാണ്. ശരിക്കും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഒരവസ്ഥ അല്ലേ? സാധാരണ 2-3 കിലോമീറ്റർ അല്ലേ പോവാറുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല കണ്ടത്. ഏതാണ്ട് ചുരുങ്ങിയ 24 മണിക്കൂറിൽ നമ്മൾക്ക് 500-600 മില്ലിമീറ്റർ മഴയാണ് ഒരു ചെറിയ നീർത്തടത്തിൽ, ഒരു ചെറിയ നീർത്തടം അവിടെ വന്ന് പതിച്ചത്. അതിൻ്റെ മുകൾ ഭാഗം പാറയാണ്. ആ പാറ തീരുന്നത് മഴക്കാടുകളിലാണ്. 600ഓളം മില്ലിമീറ്റർ മഴ ആ സ്ഥലത്ത് വരുമ്പോൾ മണ്ണ് ജലപൂരിതമാകുന്നു എന്നത് മാത്രമല്ല, ഇത്തരം മേഖലകളിൽ മണ്ണിനുള്ളിൽ പാറ കെട്ടുകളുണ്ട്. അവയുടെ ഇടയിലെല്ലാം ഒട്ടനവധി വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളെല്ലാം ജലം സംഭരിച്ച് സൂക്ഷിക്കുന്നതാണ്. പക്ഷെ ഇതിന് മുകളിൽ വീഴുന്ന, പാറയിൽ വീഴുന്ന വെള്ളം മുഴുവൻ അതുപോലെ തന്നെ ഒരു വലിയ മലവെള്ളപ്പാച്ചിലിനോളം പോകുന്ന രീതിയിൽ ഈ മണ്ണിലേക്ക് വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഇവിടെ മണ്ണ് ജലപൂരിതമായത് മാത്രമല്ല, അതിനോടൊപ്പം മഴവെള്ളം ഒരു ഒഴുക്ക് എന്ന നിലയിൽ ഈ ഇടിഞ്ഞുപോയ മണ്ണിനെ കലക്കി താഴേക്ക് കൊണ്ടുപോയതാണ്. താങ്കൾ തന്നെ ഈ പ്രദേശത്ത് പഠനം നടത്തുകയും പ്രബന്ധം തയ്യാറാക്കുകയും ഇതൊരു ഹൈറിസ്ക് സാധ്യത, മണ്ണിടിച്ചിൽ സാധ്യത മേഖലയാണെന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല 2014 എനിക്ക് തോന്നുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ മാപ്പിൽ ഏറ്റവും ഹൈറിസ്ക് ഏരിയയായി പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളാണ് ഈ ചൂരൽമലയും മുണ്ടക്കൈയും. അന്ന് മുതൽ ഈ ഒരു റിസ്ക് നമുക്ക് മുന്നിലുണ്ട് അല്ലേ? നോക്കൂ, 1984 ഒരുപക്ഷെ പുത്തുമലയും പെട്ടിമുടിയും അതിനെ തരണം ചെയ്തു കാണും. പക്ഷേ 1984 ജൂലൈ 1 ഈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലാണ് കേരളത്തിൽ, ഞാനൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന കാലം വരെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. അതിൻ്റെ വലിപ്പം കൊണ്ട്, അത് കൊണ്ടുവന്ന മണ്ണ് കൊണ്ട് ഏതാണ്ട് 2 കിലോമീറ്ററോളം മണ്ണ് പാറയും വന്നെന്ന് പതിച്ചിരുന്നു. അതിനുശേഷവും അതിൻ്റെ ചെളി ഒഴുകിയിരുന്നു. ഞാൻ അവിടെ പോകുന്നത് 2007-08 കാലത്താണ്. അതിന് കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ CWRDMൻ്റെ തലവനായിരുന്ന ഡോക്ടർ ബസാക്ക്, പി ബസാക്ക്,
അവിടെ പോയി പഠിച്ചിട്ട് എഴുതിയ ലേഖനത്തിൽ തന്നെ മുണ്ടക്കൈ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് എന്നും ഇവിടെ ഇങ്ങനെ ഒരു ഉരുളുണ്ടായിട്ടുണ്ട് എന്നും ബസാക്കിൻ്റെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സ്ഥലം സന്ദർശിച്ച് ഈ മലയുടെ മുകൾ വരെ നടന്ന് ഒരു ദിവസം കയറി അവിടുത്തെ മണ്ണിൻ്റെ പ്രോപ്പർട്ടീസ് പലതും മണ്ണ് ശേഖരിച്ച് ഞാൻ NIT-യിൽ കൊണ്ടുപോയി പരിശോധിച്ചിരുന്നു. ഇതിനെന്തെങ്കിലും പൊതുവിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട്. 2010 ഭൗമശാസ്ത്ര പഠന കേന്ദ്രമാണ് താങ്കൾ പരാമർശിച്ച ഭൂപടം തയ്യാറാക്കിയത്. അന്ന് ശ്രീ ജോൺ മത്തായി, ശ്രീ ശങ്കർ, ഞാനും ഇവരുടെ കീഴിലാണ് പല കാര്യങ്ങളും അഭ്യസിച്ചത്. അവർ തയ്യാറാക്കിയ ഭൂപടത്തിലും മുണ്ടക്കൈയുടെ മുകൾ ഭാഗം അതിതീവ്രമായ മണ്ണിടിച്ചിൽ ആരംഭിക്കാൻ സാധ്യതയുള്ള പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മലയുടെ പ്രത്യേകത താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഒരു V ഷേപ്പിലാണ് മല. അപ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ആ V ഷേപ്പിനുള്ളിലൂടെ വന്ന് അതൊരു ടൊറൻ്റായി ഒരു പുഴയുടെ അതിരുകൾക്കുള്ളിലൂടെ ഒഴുകി അങ്ങ് പോകും. കുറച്ചൊക്കെ നമ്മൾ ഈ പുഴയുടെ അതിരിനുള്ളിലേക്ക് കടന്നോ ഒക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വസ്തുവകളൊക്കെയാണ് നഷ്ടപ്പെടുത്തുക. ഇതൊരു വലിയ പ്രദേശത്ത് ഏകദേശം 100 ഏക്കർ സ്ഥലത്തെ മണ്ണും അതിനടിയിൽ പെട്ടുകിടന്നിരുന്ന പാറയും കല്ലും എല്ലാം കൂടെയാണ് ഈ മഴവെള്ളത്തോടൊപ്പം ഒലിച്ച് താഴേക്ക് വരുന്നത്. ഇത് വരുമ്പോൾ ഈ ആരംഭത്തിലുണ്ടായിരുന്ന മെറ്റീരിയൽ മാത്രമല്ല വരിക, ഇതിന് സ്കോറിങ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് മണ്ണിടിച്ചിലിന്. ഈ ഉരുൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ മണ്ണിനും ചെളിക്കും അതാണ് 35-40 കിലോമീറ്റർ വേഗതയിലാണ് ഇത് വരുന്നത്. ഇത്രയും ജലവും മെറ്റീരിയലും അതിൻ്റെ സൈഡുകളിൽ നിന്ന് കൂടുതൽ ഇത് മണ്ണിനെയും വസ്തുക്കളെയും ഇതിലേക്ക് വലിച്ചിടും. അതിനെ മാന്തി എടുത്തുകൊണ്ടാണ് സ്കോറിങ് എന്ന് പറയും, മാന്തി എടുക്കുക. അപ്പോൾ ആരംഭത്തിൽ 100 ഏക്കറിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അവസാനിക്കുമ്പോൾ ചിലപ്പോൾ 200 ഏക്കറിലുള്ള മെറ്റീരിയലാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ആരംഭത്തിലുള്ള ഈ 100 ഏക്കറിലുള്ള മെറ്റീരിയൽ വന്നതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഈ 600 mm മഴ ഒരു 24 മണിക്കൂർ പോലും എടുത്തില്ല അത്രയും മഴ പെയ്യാൻ. ആ സമയം കൊണ്ട് ഉണ്ടായ വെള്ളം ഇത് രണ്ടും ചേർന്നാണ് ഇതിന് ഇത്രയും നീളം കൊടുത്തത്. ഏതാണ്ട് 8 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫോഴ്സ് എങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്? ഫോഴ്സിനെ കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും ഒരു അവസരത്തിൽ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണമെന്നുണ്ട്. ഇതിൽ പല തരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. ഒന്ന് പ്രവാഹം എന്ന നിലയിൽ, രണ്ടാമതായി കല്ലുകളുടെ പൗണ്ടിങ് ഫോഴ്സ് ഉണ്ട്, കല്ല് വന്ന് ഇടിക്കുമ്പോഴുള്ള ഫോഴ്സ്. അതിലാണ് പല കെട്ടിടങ്ങളും തകർച്ച നേരിട്ടത്. കല്ല് മാത്രമല്ല തടിക്കഷ്ണങ്ങളും വന്ന് പൗണ്ട് ചെയ്യുന്ന ഫോഴ്സുണ്ട്. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. ഈ മലയുടെ ചരിവ് അത്തരത്തിൽ നമുക്ക് ഈ ഒരു റിസ്ക് ഉള്ള മലകളെയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് 30 ഡിഗ്രി കൂടുതൽ ചരിവുള്ളതൊക്കെ അങ്ങനെ പറയുന്ന കേട്ടോ, അതൊക്കെ എത്രത്തോളം ശാസ്ത്രീയമാണ്? 20 ഡിഗ്രിക്ക് മുകളിലോട്ട് ചരിവുള്ള 45 ഡിഗ്രി വരെയുള്ള ചരിവുള്ള പ്രദേശങ്ങളിൽ നമ്മൾക്ക് അതിന് മുകളിലുള്ള, ഇപ്പോൾ ഒരു പാറയാണല്ലോ അടിസ്ഥാന ശില, അതിന് മുകളിലുള്ള മണ്ണ്, കല്ല്, എന്തു വസ്തുവും ചില ഇനേർഷ്യ, ചില തള്ളുകൾ കൊടുത്താൽ അത് ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ തന്നെ 45 ഡിഗ്രി ചരിവിന് മുകളിൽ നിർമ്മിതികൾ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. IS കോഡ് പറയുന്നത് 30 ഡിഗ്രി വരെയാണ് നമ്മൾ നിർമ്മിതികൾ ചെയ്യേണ്ടത്. അപ്പോൾ 30 ഡിഗ്രി ചരിവുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ മറ്റ് സ്ഥലമില്ലാത്തവർ അതിനെ വെട്ടി ടെറസ് ചെയ്തൊക്കെ വീട് വെച്ചുമൊക്കെയാണ് മലയോര മേഖലയിൽ, ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക. പക്ഷേ അത്തരം സ്ഥലങ്ങളിലെല്ലാം പാറയ്ക്ക് മുകളിലുള്ള ഈ മെറ്റീരിയൽ, മണ്ണ്, അതിന് ഗ്രാവിറ്റി കൊണ്ട് തന്നെ, ഗുരുത്വാകർഷണം കൊണ്ട് തന്നെ താഴേക്ക് ഊർന്നു പോകാനുള്ള ഒരു സ്വഭാവമുണ്ട്. തടയുന്നത് എന്തൊക്കെയാണ്? മണ്ണിൻ്റെ പശിമ. ചരിവിലിരിക്കുന്ന ഒരു വസ്തു എന്തുകൊണ്ട് താഴേക്ക് വരുന്നില്ല? അതിൻ്റെ പശിമ. 2, അതിലുള്ള വേരുകൾ. ഇതൊക്കെയാണ് ശരിക്കും ഇതിനെ തടഞ്ഞു നിർത്തുന്നത്. പക്ഷേ ജലപൂരിതമാകുമ്പോൾ ജലം ഇതിനുള്ളിൽ നിന്നൊരു മർദ്ദം പുറത്തേക്ക് ചെലുത്തും.
അതായത് ഒരു ജലത്തിൻ്റെ മർദ്ദം, സാധാരണ നമ്മൾ വെള്ളം താഴേക്ക് ഒഴുകുന്നതായി കാണുന്നു, അത് മണ്ണിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതും സങ്കല്പിക്കുക. എന്നാൽ ജലം വേഗത്തിൽ പുറത്തേക്ക് വരാൻ പറ്റാതാകുമ്പോൾ അത് ഈ മണ്ണിൻ്റെ ശകലങ്ങളെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. അത് പോർ പ്രഷർ, അതിനുള്ളിലുള്ള ചെറിയ പോറിലുള്ള പ്രഷർ ബിൽഡ് ചെയ്യുന്നതാണ്. ആ പ്രക്രിയ ആണ് മണ്ണിടിച്ചിലുകളുടെ ആരംഭത്തിന് കാരണം. അപ്പോൾ അവിടെ ആരംഭം എന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. എവിടെ അതുണ്ടാകും എന്നുള്ളത് ഒരു സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ്. എന്തുകൊണ്ട് ഇതേ മഴ അല്ലെങ്കിൽ ഇതിന് സമാനമായ മഴ, നമ്മൾ ഈ മഴയുടെ കണക്ക് പറയുമ്പോൾ ഓർക്കണം, നമ്മളിത് കല്ലാടിയിലെയോ പുത്തുമലയിലെയോ കണക്കാണ് പറയുന്നത്. ഇവിടെ ഒരു മഴമാവിനി ഇല്ല. ആ ദിവസം അവിടെയുള്ള മേപ്പാടിയുണ്ട്, മേപ്പാടി പിന്നെയും ദൂരെ. എസ്റ്റേറ്റിലെ മഴമാവിനിയിൽ നിന്നുള്ള വിവരം ലഭിച്ചിട്ടുമില്ല. പക്ഷെ മേപ്പാടിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. അതെ, അത് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കരുതുന്നു. ഈ സ്ഥലത്ത് നമ്മൾ മെഷർ ചെയ്തിരുന്നെങ്കിൽ അതിലും എത്രയോ മുകളിൽ മഴ കിട്ടുമായിരുന്നിരിക്കും. പക്ഷേ സമാനമായ മഴ നമ്മൾക്ക് ഇതിനേക്കാൾ മുകളിൽ നിന്നോ കുറവെന്നോ കാണേണ്ട 500 മില്ലിമീറ്ററിലധികം മഴ പിടിച്ച തൊട്ടടുത്ത പുത്തുമലയിൽ അല്ലെങ്കിൽ കല്ലാടി ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടില്ല ഇതേ അളവിൽ, ഇതേ രീതിയിൽ. പക്ഷെ നമ്മളവിടെ ആ പ്രദേശങ്ങളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചെറിയ മണ്ണിടിച്ചിലുകൾ കാണും. ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. എന്ത് പ്രതിഭാസമാണ്? മലയുണ്ടോ, മല ഒരു നിരപ്പായ പ്രദേശമായി മാറണം. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അങ്ങനെ ആക്കാൻ ഭൂമി ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു സ്ഥലത്ത് ഭൂമി മലകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഹിമാലയം മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ ലളിതമായ ഭാഷയിൽ പറയുന്നു. പൊക്കം വരുന്നു, അതിൻ്റെ ഹൈറ്റ് കൂടുന്നു എന്നൊക്കെ പറയുന്നത് ലളിതമായ ഭാഷയിൽ പറയുന്നത് ഈ ചാക്രിക ക്രമം കൊണ്ടാണ്. ഉരുൾപൊട്ടലുകളാണ് പുഴകളിലെ മണ്ണും ചെളിയും എക്കലും ഒക്കെ ഉണ്ടാക്കുന്നത്. അനേകായിരം ഉരുൾപൊട്ടലുകളുടെ ഒരു ഗുണഫലമാണ് കുട്ടനാടിലെ ചെളിയും എക്കലും. അപ്പോൾ ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്. ഈ പ്രകൃതി പ്രതിഭാസത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെന്ന് പെടുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. താങ്കൾ തന്നെ അപ്പോൾ മുണ്ടക്കയും ചൂരൽമലയും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് സാധ്യത ഇടങ്ങളായി പറയുകയുണ്ടായി. അതുപോലെ കേരളത്തിൻ്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ, ഏതൊക്കെ ഇടങ്ങളിലാണ് അങ്ങനെ ഒരു സാധ്യത നിങ്ങൾ കാണുന്നത്? ഏറ്റവും തീവ്രമായ സാധ്യതയുള്ള 150-അടുപ്പിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്തുകൾ. അതിൻ്റെ പല മേഖലകൾ മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾക്ക് കേരളത്തിൻ്റെ ഒരു 20-25% മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും തീവ്രമായി കാണുന്നത് ഒരു 150-150ഓളം പഞ്ചായത്തുകളിലാണ്. കേരളത്തിൻ്റെ ഒരു 10-15% ജനം, മലയോര ജനത നന്നായി കാലങ്ങളായി അധ്വാനിച്ച് ജീവിക്കുന്ന പ്രദേശങ്ങളുമാണ്. എവിടെയാണ് ഏറ്റവും, ഏത് ജില്ലയിലാണ് കൂടുതൽ? നമ്മൾക്ക് വയനാട് കാണാം, ഇടുക്കിയിൽ തന്നെ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും അതിരുകൾ വളരെ കുഴപ്പം പിടിച്ച ഒരു പ്രദേശമാണ്. അവിടെ 99-ൽ 100 ഉരുൾ ഒറ്റ ദിവസം പൊട്ടിയിട്ടുണ്ട്. ഒരേ ഒരു ദിവസം 100 ഉരുൾ. ആളുകൾ മരണപ്പെട്ടത് വളരെ കുറവായിരുന്നു. താങ്കളിപ്പോൾ ഇത്രയും പഞ്ചായത്തുകളുടെ കണക്ക് പറഞ്ഞു. നമുക്ക് തീർച്ചയായും അവിടെ നിന്നും ആളുകളെ മാറ്റി ഉടൻ പാർപ്പിക്കുക, അത് സാധ്യമാണോ? എന്താണിപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് മുന്നിൽ ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം മുന്നിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആളുകളുടെ ജനജീവിതം തീർച്ചയായും ഇത്തരം ഹൈ റിസ്ക് ഏരിയകളിൽ നിന്നെങ്കിലും മാറ്റണം എന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾക്ക് ഭക്ഷണത്തിനുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് ഇവരുടെ പൂർവികർ ഈ ദുർഘടമായ സ്ഥലങ്ങൾ, അത് കുട്ടനാടാകട്ടെ മലയോര മേഖലയാകട്ടെ, അവിടെ ഒരാളോ 2 പേരോ ആയി മലമ്പനിയോടും മലമ്പാമ്പിനോടും ഒക്കെ മല്ലിട്ട് ഒരു നടപ്പാത മാത്രം വെട്ടി ചെന്നെത്തി ജീവിക്കാൻ ആരംഭിച്ചതാണ്. പക്ഷേ അന്ന് നമ്മൾ മലമുകളിലേക്ക് പോകുമ്പോൾ, തൂമ്പായും കൈക്കോട്ടുമൊക്കെയായി പോകുമ്പോൾ, കാർഷിക വൃത്തിയായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ. അപ്പോൾ അതിനോടൊപ്പം അന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 60 ലക്ഷം ജനം കേരളത്തിൽ മൊത്തം, ഇന്നത്തെ കേരളം മൊത്തം എടുത്താൽ ഒരു 60 ലക്ഷം ജനം ഉണ്ടായിരുന്നു. 3.5 കോടി ജനം ഉള്ളൊരു സംസ്ഥാനമായി.
പോപ്പുലേഷൻ ഡെൻസിറ്റി അതിനനുസരിച്ച് വർദ്ധിച്ചു. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു. വാസഗ്രഹങ്ങൾ വേണം, മറ്റ് സൗകര്യങ്ങൾ വേണം. അത് തിരുവനന്തപുരത്തുള്ളവർ കാക്ഷിക്കുന്നത് പോലെ തന്നെ ഏത് മലയോര മേഖലയിലുള്ളവനും ആഗ്രഹിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. ഇവിടെ എന്താണ് മാറിയത്? മാറിയത് കാലാവസ്ഥയാണ്. 2, നമ്മളുടെ ഭൂവിനിയോഗ രീതിയാണ്. കാർഷിക വൃത്തിയെ ഊന്നിക്കൊണ്ട് മലയോര മേഖലകളെ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ചതുപ്പ് നിലങ്ങളായിരുന്ന കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളെ വെട്ടിപ്പിടിച്ച നമ്മൾ കാലാന്തരത്തിൽ മറ്റു പല ഭൂവിനിയോഗങ്ങൾക്കും ഈ സ്ഥലങ്ങൾ വിനിയോഗിക്കുന്നുണ്ട്. അവിടെയും ഈ ഉരുള് പൊട്ടിയ സ്ഥലത്ത് അതിനും പ്രസക്തിയില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് അതിവൃഷ്ടിയുടെ അവസ്ഥയാണ്. ഇത്രയും തീവ്രമായ മഴ, ഇവിടെ എന്തെങ്കിലും തരം നിർമ്മാണ പ്രവർത്തനങ്ങളോ മനുഷ്യനിർമ്മിതമായ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. ആ മലയുടെ മുകൾ ഭാഗത്ത് ഇത് ഉത്ഭവിച്ച സ്ഥലങ്ങളിൽ നമ്മൾക്കതൊന്നും കാണാനില്ല. അതിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ പോലും നമ്മൾ നിരന്തരമായ സ്ഫോടനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള, പ്രകമ്പനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഭൂവിനിയോഗവും നമുക്ക് കാണാൻ സാധിക്കില്ല. താഴേക്ക് വന്നപ്പോൾ അത് പുഴയുടെ അതിരുകൾ, ആ അതിരുകളെ ഭേദിച്ച് പുറത്തേക്ക് ഈ മണ്ണും ചെളിയും എത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുഴയുടെ ഓരത്ത് ഒരു 5 സെൻറ്റ് സ്ഥലത്ത് 4-5 ജനറേഷനായി ജീവിക്കുന്ന അച്ഛനപ്പൂപ്പന്മാരായി അവിടെ ചെന്ന് താമസിച്ച് സ്വസ്ഥമായി കുടുംബവും കുട്ടികളും ബന്ധുക്കളും പരിചയക്കാരുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നമ്മൾ എന്നിട്ട് ഇവിടെ 1000 മില്ലിമീറ്റർ മഴ പെയ്യും, ഇതുവഴി മഹാപ്രളയം വരും, നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് ഒരു വൈമുഖ്യം കാണിക്കും. അത് മനുഷ്യൻ്റെ പേഴ്സെപ്ഷൻ്റെ പ്രത്യേകതയും കൂടിയാണ്. എൻ്റെ അപ്പുറത്തുള്ളവൻ ഹെൽമെറ്റ് വെച്ച് സഞ്ചരിക്കണം, ഞാൻ ഹെൽമെറ്റ് വെക്കില്ല, കാരണം എനിക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, ഞാൻ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു ഫോൾസ് സെക്യൂരിറ്റി ഫീലിംഗ് നമ്മൾക്കുണ്ട്. അത് അതിജീവിക്കാൻ കുറച്ചും കൂടി വേഗതയിൽ നമ്മൾക്ക് സാധിക്കണം. എങ്കിലേ ഇത് ഈ ഒരു സാഹചര്യം തരണം ചെയ്യാൻ പറ്റുള്ളൂ. 16 പഞ്ചായത്തിൽ തന്നെ വയനാട്ടിൽ 200% അധികം മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വയനാട്ടിലെ കാലവർഷം നോക്കിയാൽ 14% കുറവാണ് കാലവർഷം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമാവുക? ഈ മുന്നറിയിപ്പ് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ റീജിയണൽ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയല്ലേ ഉള്ളത്? അതെ, അത് നമ്മൾ രാജ്യത്ത് ഈ ഓരോ കാര്യങ്ങൾക്കും ഒരു നോഡൽ വകുപ്പിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ അനുബന്ധ പ്രതിഭാസങ്ങളുടെ നോഡൽ വകുപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ പലരും പറയും അവിടുന്ന് ഇങ്ങനെ വിവരം കിട്ടി, ഇവിടുന്ന് ഇങ്ങനെ വിവരം കിട്ടി, നിങ്ങൾ അതെടുത്ത് പ്രയോഗിക്കൂ. അത് നമ്മൾക്കൊരു ഹോക്സ് കോൾ കിട്ടുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഒരാൾ വിളിച്ചിട്ട് നിങ്ങളോട് പറയണത് ഇങ്ങനൊരു ഇതുണ്ട്, നമ്മളത് അന്വേഷിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ബോംബ് കൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും അന്വേഷിക്കും. പക്ഷേ അതിനപ്പുറം അതൊരു ആക്ഷണബിൾ ഇൻഫർമേഷനാണോ? അങ്ങനെ ആകണമെങ്കിൽ അത് തരേണ്ടുന്ന ഏജൻസി തരേണ്ടുന്നത് പോലെ തരണം. നമ്മളൊരു സംവിധാനത്തിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് പുറത്തിറങ്ങി നിന്ന് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിനൊരു വ്യവസ്ഥയുണ്ട് രാജ്യത്ത്. അത് ഈ അലേർട്ടിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഓറഞ്ച് അലേർട്ടിന് അനുസരിച്ചുള്ള പ്രിക്കോഷനല്ലേ എടുക്കുള്ളൂ. അതാണ്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് തരുന്ന അവലോകനമാണ് അടുത്ത 24 മണിക്കൂറിലേക്ക് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അതിന് പുറത്തുള്ള വിവരങ്ങളെല്ലാം അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അതിനോട് നെഗേറ്റ് ചെയ്യുന്നതോ ആയ വിവരങ്ങളായിരിക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് നമ്മൾ 2018 കേരളത്തിൽ ഇതിൽ കൂടുതൽ മഴമാപിനികൾ, കാലാവസ്ഥ നിരീക്ഷണ ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് അവർ പ്രതികരിച്ചത് 100 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് തരാം, നിങ്ങൾ സ്ഥലം തരുമോ. നമ്മൾ ഒരു 8 മാസത്തിനുള്ളിൽ, കേരളത്തിൽ സ്ഥലം കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 8 മാസത്തിനുള്ളിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇങ്ങനെ 100 സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് കൈമാറി. അങ്ങനെ 100 എണ്ണം നമ്മൾ സ്ഥാപിച്ചു. കൂടാതെ സ്കൈമെറ്റ് എന്ന് പറയുന്നൊരു
പ്രൈവറ്റ് കമ്പനിയുടെ ഡേറ്റയും അവർക്കൊരു 104ഓളം വെതർ സ്റ്റേഷൻസ് ഉണ്ട്, അതിൽ നിന്നുള്ള ഡേറ്റയും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവ പലതും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മലയോര മേഖലയോടല്ല, കുറച്ചും കൂടി നിരപ്പായ പ്രദേശങ്ങളിലാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഉയർന്ന മലയോര മേഖലകളിലാണ്. അപ്പോൾ നമ്മൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് 18 രേഖാമൂലം സർക്കാർ തന്നെ ഒരു കത്ത് കൊടുത്തിരുന്നു. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ പ്രസക്തമാണ്. ഒന്ന്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു മെട്രിയോളജിസ്റ്റിനെ നിയോഗിക്കണം. 2, കേരളത്തിൽ ഹൈപ്പർ ലോക്കൽ പ്രെഡിക്ഷൻസ് വേണം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലോക്കൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നോക്കിയാലും ഹൈപ്പർ ലോക്കൽ ഫോർകാസ്റ്റിനുള്ളൊരു സംവിധാനം നമ്മൾക്കായിട്ടില്ല. ഇതിന് പുറമേ 2012 തന്നെ നിവാരണ അതോറിറ്റി അന്ന് കേന്ദ്ര സർക്കാരിനോട് അന്ന് മുതലേ ആവശ്യപ്പെട്ടതാണ്, 18 അത് ആവർത്തിച്ചിരുന്നു. നമ്മളുടെ റഡാർ നിലവിൽ റഡാറാണ് ഈ ഇത്തരം മഴ മേഘങ്ങളെ നിരീക്ഷിക്കാൻ ഏറ്റവും നല്ല ഉപകരണം. കൊച്ചിയിൽ IMDക്ക് ഒരു റഡാറുണ്ട്. ആ റഡാർ കുറച്ച് പഴക്കം ചെന്നതാണ്, എന്നാലും അത് പ്രവർത്തിക്കുന്ന റഡാറാണ്. ഇടയ്ക്കുമൊക്കെ ഒരു യന്ത്രം എന്നുള്ള നല്ല പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ അത് പ്രവർത്തിക്കുന്ന ഒരു റഡാറാണ്. പക്ഷേ അതിനെ മാറ്റി ആധുനിക റഡാറാക്കണം. കാരണം അതിൽ നിന്ന് വരുന്ന ഡേറ്റയെ ഡിജിറ്റലായി കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു പഴയ റഡാറാണ്. അപ്പോൾ ഒരു ആധുനിക റഡാറാക്കണം, അതൊരു ഡിജിറ്റൽ ഡേറ്റയായി നമ്മൾക്ക് തരണം. അപ്പം നമുക്ക് കൂടുതൽ സൂക്ഷ്മമായി ഈ കൂമ്പാര മേഘങ്ങളൊക്കെ രൂപപ്പെടുന്ന സ്ഥലങ്ങളെ കണ്ടെത്താൻ സാധിക്കും. 2, വടക്കും തെക്കും. തെക്ക് തിരുവനന്തപുരത്തുള്ള റഡാർ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടാകും. അത് VSSCയുടേതാണ്, IMDയുടേതല്ല. IMDയുടെ സ്വതന്ത്ര ചുമതലയിൽ 24 മണിക്കൂറും വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന റഡാർ വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. വടക്ക് കോഴിക്കോട് വയനാട് അതിർത്തിയിൽ ഒരു റഡാർ വേണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. 6 മാസം മുമ്പ് IMD ഇത്തരമൊരു റഡാർ സ്ഥാപിക്കാനുള്ള സന്നദ്ധത പറഞ്ഞിരുന്നു. നമ്മൾ 3-4 സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അവരത് പരിശോധിച്ചപ്പോൾ ഈ റഡാർ അവിടെ വെച്ചാൽ മലയുടെ ഷാഡോ അതിനെ ബാധിക്കും, അതിൻ്റെ പ്രവർത്തനത്തിന് നന്നാവില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്ഥലം, അവർ ഈ ഷാഡോ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ നമ്മളെ അറിയിക്കാം, അപ്പോൾ നമ്മളത് സഹായിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ഒരു റഡാർ തരാം, കേരളത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും ഈ വേഗത പോരാ എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ റഡാർ വന്നാലും ഹൈപ്പർ ലോക്കൽ ഫോർകാസ്റ്റ് വന്നാലും നമ്മൾക്ക് വാച്ചിൽ നോക്കി 1 മണിക്കൂറിന് ശേഷം ഉരുൾപൊട്ടും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഓടണം എന്ന് പറയുന്ന ഒരു സംവിധാനം ലോകത്തൊരിടത്തുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. പലപ്പോഴും ഈ മാറേണ്ടത് സ്കൂളുകളിലേക്കുള്ള ക്യാമ്പുകളിലേക്കാണ്. ഒരു മെച്ചപ്പെട്ട അങ്ങനത്തെ ഒരു റിലീഫ് ക്യാമ്പ് ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ കീഴിൽ തന്നെ അങ്ങനെ ഒരു കുറച്ചുകൂടി സൗകര്യമൊക്കെ ഉള്ള, ഇപ്പോൾ വീട് പോലെ സൗകര്യം ഇല്ലെങ്കിൽ പോലും ഒരു സൗകര്യമുള്ള ക്യാമ്പ് ഉണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടി മാറില്ലേ? മാറുമായിരിക്കാം. കേരളത്തിൽ 17 അത്തരം ക്യാമ്പുകൾ ഉണ്ട് താനും. പക്ഷെ നമ്മൾ കാണേണ്ടത് അത് മാത്രം അല്ല ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നത്, പെർസെപ്ഷനാണ്. നമ്മൾ എങ്ങനെ ഒരു ത്രെട്ടിനെ മനസ്സിലാക്കുന്നു എന്നതാണ്. മലയോര മേഖലയിൽ ജീവിക്കുന്നവർ ഉരുൾ കാണുന്നവരാണ്, തീവ്രമായ മഴ കാണുന്നവരാണ്. നമ്മളെപ്പോലൊരു ഭയം, ഇപ്പം ഞാൻ ആ സ്ഥലത്ത് പോയാൽ ഈ മഴ പെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയം വരും. അതേസമയം അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ടേക്കിങ്ങിനുള്ള മനസ്സ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അവർ ചിലപ്പോൾ ഇത് നമ്മൾ ഇന്നാളൊക്കെ കണ്ട ഒരു ദിവസം കൂടെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നോക്കാം, ഇതെങ്ങനെ പോകും, ഈ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അവിടെ അത് തരണം ചെയ്യാനാണ് നമ്മളെപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ അലർട്ടുകൾ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ പറയാറുണ്ട്, അധികാരികൾ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പോകണം, അതിൽ രണ്ടാമതൊരു ചിന്ത പാടില്ല എന്നതാണ് നമ്മളെ ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. രണ്ടാമത്തെ പാഠം, നമ്മൾക്ക് ഇനി അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വലിയ മഴയെ തരണം ചെയ്യാൻ പ്രാദേശികമായ കൂട്ടായ്മകളുടെ കൂടി സേവനം വേണം. നമ്മൾക്ക് ഇത്തരം സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ മീനച്ചൽ നദീതടത്തിൽ എബി ഇമാനുവലിൻ്റെ നേതൃത്വത്തിലുള്ള മീനച്ചൽ റിവർ മോണിറ്ററിംഗ് സൊസൈറ്റി, ഇവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, അവിടുത്തെ ഹ്യൂം സൊസൈറ്റിയും പ്ലാന്റേഷൻസും എല്ലാം കൂടി ശേഖരിക്കുന്ന മഴയുടെ അളവുകൾ, ഇവയൊക്കെ നിലവിൽ ഒരു SOPക്കുള്ളിലല്ല, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിനുള്ളിലല്ല ഈ ഡേറ്റ എടുക്കുന്നത്.
ഇവരെല്ലാം ഞങ്ങൾ സാമ്പത്തികമായി ഈ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സഹായിക്കുന്നുണ്ട് സാമ്പത്തികമായി തന്നെ. കാരണം കേരളം സാമൂഹികമായ ഇടപെടലുകളിലൂടെ വളർന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹിക കൂട്ടായ്മകളെ പ്രചോദിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് ആ തീരുമാനമുള്ളത്. പക്ഷേ അവയെ SOPകളിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നമ്മൾ പരിഗണിക്കും. ഇത് കൂടാതെ ഒരുപാട് പ്രൈവറ്റ് ഫോർകാസ്റ്റേഴ്സ് ഉണ്ട്. അവരെയും ഈ SOPക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇതും നമ്മൾ 2018 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, മുന്നറിയിപ്പ് ലഭിച്ചിട്ട് നമ്മൾ ഉടൻ മാറും. നമ്മൾക്കും ഒരു ചിന്ത നമ്മളുടെ പരിസരത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുവട്ടത്തെക്കുറിച്ചും വേണം. ആ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾക്ക് പ്രകൃതിയുമായിട്ട് ഇനിയുള്ള കാലത്ത് ഇടപെടേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരെ, വീടുകൾ നഷ്ടമായവരെ ഒക്കെ എങ്ങോട്ടേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിന് ഉത്തരം പറഞ്ഞിരുന്നു. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ തീരുമാനമായി പറഞ്ഞിട്ടുള്ളത് ഒരു ടൗൺഷിപ്പാണ്. അപ്പോൾ ആ ടൗൺഷിപ്പിന് പറ്റുന്ന തരത്തിലുള്ള സ്ഥലം അന്വേഷിക്കുക എന്നതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ലഭ്യമായ സ്ഥലം, അതിൻ്റെ ദുരന്ത സാധ്യതകൾ, അവിടെ ജലത്തിൻ്റെ ലഭ്യത, അവിടെ പുഴയുടെ പ്രോക്സിമിറ്റി, ആ സ്ഥലത്ത് എന്താണ് നിലവിലെ ഭൂവിനിയോഗം, ഇങ്ങനെ ഒരു 10-16 തരം ലെയറുകൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മേപ്പാടിക്കുള്ളിലാണ് കൂടുതലും നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത്. അതിനുള്ളിൽ തന്നെ കണ്ടെത്താൻ പറ്റുമോ? കാരണം അദ്ദേഹം അങ്ങനെയാണ് തീരുമാനം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ടൗൺഷിപ്പ് ആകണം, അതൊരു മോഡൽ ടൗൺഷിപ്പ് ആകണമെന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കേന്ദ്ര സഹായം സംബന്ധിച്ച് പറയുമ്പോൾ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അങ്ങനെ പറഞ്ഞ് തന്നെയല്ലേ കത്തയച്ചിരിക്കുന്നത് സംസ്ഥാനം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ ഈ ദുരന്തം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾക്ക് കേന്ദ്ര സംഘം വരുന്നുണ്ട്. അവരാണത് വിലയിരുത്തേണ്ടത്. ഒരു 9 അംഗ സംഘമാണ്. അവരുടെ മുന്നിൽ നമ്മൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും പറഞ്ഞ് അവരത് കണ്ട് ഉൾക്കൊണ്ട് പറയുമെന്ന് തന്നെയാണ്, അങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു തീവ്രത ഇതിനുണ്ട്, അത് വ്യക്തമാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനം വലിയ തോതിൽ വിവാദമായിരുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് ഉടൻ തന്നെ റിപ്പോർട്ടുകളൊന്നും പറയേണ്ട, ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നീട് ആ ഉത്തരവ് പിൻവലിക്കേണ്ടിയും വന്നു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാൻ? നിലവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ശരിയായില്ല, അത് പിൻവലിക്കണമെന്ന തീരുമാനം പറഞ്ഞതോടുകൂടി വി ഓൾ സ്റ്റാൻഡ് കറക്റ്റഡ്. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിലിനി നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് എന്ത് ചേതോ വികാരത്തിലാണ് അതങ്ങനെ വന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല. ആ കാര്യത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ ചെയർമാനാണ്. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേറൊരു അഭിപ്രായവുമില്ല. നമ്മൾ 30-ാം തീയതി ഉരുളുപൊട്ടി ഈ സംഭവം അറിഞ്ഞ് 2/17 ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. 3:15 ആയപ്പോൾ ഈ ഞങ്ങളുടെ അധികാരികളെല്ലാം അതറിഞ്ഞു. 3:43 കേന്ദ്രസേന പുറപ്പെട്ടു കഴിഞ്ഞു. ആ പേസിൽ വർക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ആ സിസ്റ്റം അങ്ങനെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ രീതി കൊണ്ടും തീരുമാനം കൊണ്ടും. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും ആ നേതൃത്വം പൂർണ്ണമായും അംഗീകരിച്ച് ഒരു യുദ്ധത്തിനെ നേരിടുന്ന അതേ ശൈലിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. പിന്നെ അതിൻ്റെ അകത്തൊരു ചർച്ചയില്ല. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ച്.